വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യമാണ്. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മളെ പലപ്പോഴും ഓർപ്പിക്കുന്നത് വിശ്വാസികളും ദൈവം തമ്മിലുള്ള ബന്ധത്തെ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധമായിട്ടാണ് ചിത്രീകരിച്ച് നാം കേൾക്കുന്നതും കാണുന്നതും. ഇടയനും ആടുകളും തമ്മിലുള്ള യഥാർത്ഥ ബന്ധമെന്ന് പറയുന്നത് വളരെ രൂഢമൂലമായിട്ടുള്ള ഒന്നാണ്. ഇടയൻ ആടുകളോടും ആടുകൾക്കിടയനോടും പരസ്പരം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹവും ബന്ധവും ഉണ്ടാകും. ശബ്ദം തിരിച്ചറിയുന്നു. ഓരോ ആംഗ്യ ഭാഷ പോലും തിരിച്ചറിയാൻ ആടുകൾക്ക് സാധിക്കും. എന്നാൽ കൂട്ടത്തിലില്ലാത്ത ആടുകൾ ഈ ഇടയന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അവർ അന്യത മാറി നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അവർ പരാജയപ്പെട്ടു പോകും. എന്നാൽ വിശ്വാസികളും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ വിശ്വാസികൾക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുകയും തങ്ങളുടെ ജീവിതത്തെ അങ്ങനെ തന്നെ ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുന്നവർ ഇടയനുമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം അഭേദ്യമായിട്ട് തുടരുകയും അനുഗ്രഹിക്കപ്പെടുകയും വിടുതലുകൾ പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെയാണോ നിങ്ങൾ? അല്ലെങ്കിൽ ജീവിതം ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മക്കളുടെ ജീവിതം ക്രമീകരിക്കാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും കൂടി വരാം.